ഹലോ ഇറ്റ്സ് മീ നൈസിക് ദ വ്ലോഗർ. സോ അപ്പോൾ ഇന്നെന്താ പരിപാടി വെച്ചാൽ കാനഡയിൽ വന്നിട്ട് ഏതാണ്ട് 2 വർഷം ആവുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാനഡയിൽ വന്നിട്ട് പുറത്തൊരു പ്രൊഫഷണൽ കടയിൽ പോയിട്ട് മുടി വെട്ടാൻ പോവാം. ഓക്കെ, ഇതുവരെയായിട്ട് ഞാൻ പുറത്ത് കടയിൽ പോയി മുടിയില്ല. എപ്പോഴും ഞാൻ തന്നെ വെട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടാൻ കിരൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനെ കൊണ്ട് മുടി വെട്ടിപ്പിക്കും, എന്നിട്ട് ഞാൻ അവൻ്റെ മുടി വെട്ടി കൊടുക്കും. അങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയാണ് സ്റ്റുഡൻസൊക്കെ ചെയ്യാറ്, അങ്ങോട്ടും ഇങ്ങോട്ടും മുടി വെട്ടുക. കാരണം $22, $30 അത്യാവശ്യം വൃത്തിയൊക്കെ വെട്ടണമെങ്കിൽ ഒന്നും തെറ്റാതെ $30 നമ്മൾ ചിലവാക്കണം. സോ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഇന്നിനിപ്പം 2 ദിവസം കഴിയുമ്പോൾ ഗ്രാജുവേഷനാണ്. സോ അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ കൊണ്ട് വെട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി നാട്ടിലെ പോലെ ചെന്ന് കയറി മുടി വെട്ടണമെന്ന് പറയുന്നതല്ല, രാത്രി ഞാൻ ഇതെടുത്തു, അപ്പോയിൻമെൻ്റ് എടുത്തു. ഇന്നെനിക്ക് 2:40-നാണ്. 2:40 നമ്മളവിടെ ചെന്നില്ലെങ്കിൽ മുടി വെട്ടൽ നടക്കത്തില്ല. കാരണം അത് കഴിയുമ്പോൾ 20 മിനിറ്റ് നമുക്ക് മുടി വെട്ടാൻ ടൈം. അത് കഴിയുമ്പം അടുത്ത ആൾക്ക് വെട്ടാൻ തുടങ്ങും. അപ്പോൾ അവരുടെ അപ്പോയിൻമെൻ്റ് ആണല്ലോ. സോ അതുകൊണ്ട് 2:40 എത്തണം. ഇപ്പോൾ 2:23 ഞാൻ സൈക്കിളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ചവിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ മുടി വെട്ടുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയുണ്ട് അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് നോക്കാം നമുക്ക്. സീ ഗായ്സ്. സോ നമ്മളിവിടെ സ്റ്റോറിലെത്തി കേട്ടോ. സ്റ്റോറിലെത്തി. അതാണ് സ്റ്റോർ, ആർട്ടെ ബാർബർ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ തിരക്കിയപ്പം ഇവിടെ നിലവിലുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് എന്നാണ് ഞാൻ കേട്ടത്. സോ അതുകൊണ്ട് ഇവിടെ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ മുസ്തഫ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. പുള്ളിയാണ് അത്യാവശ്യമായിട്ട് വെട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത്. സോ കറക്റ്റായിട്ട് ഞാൻ എത്തി 2:40. ഇപ്പം ഒരു പുള്ളിക്കാരൻ ഒരു പയ്യനാണ്. അത് കഴിയുമ്പം അടുത്ത ഞാനാണ്. അപ്പം ഇതാ ഇപ്പോഴത്തെ എൻ്റെ ഒരു രൂപം. മുടി വെട്ടിക്കാനായിട്ട് ഞാൻ എന്തോ നോക്കാം. ഒന്നുമില്ല, സൈഡൊന്നും എടുത്താൽ മതി. നമുക്ക് നോക്കാം എന്താ അവസ്ഥയാണ് കേട്ടോ. സോ ഹെയർ കട്ട് കഴിഞ്ഞു. ഇതാണ് പുതിയ ലുക്ക്, ഗ്രാജുവേഷൻ്റെ ലുക്ക്. എന്താണ് 28 കേട്ടോ ഞാൻ അതിനകത്ത് കണ്ടിരുന്നത്. 28+ ടാക്സ് ആയിരുന്നു കണ്ടിരുന്നത്. പക്ഷേ അത് റെഗുലർ ഹെയർ കട്ടിനാണ്. ഞാനിവിടെ ഫെയ്ഡ് ചെയ്തുകൊണ്ട് എനിക്ക് $35 എന്നാലും കുഴപ്പമില്ല. കാരണം ഞാൻ ഒരു $5 ടിപ്പ് കൊടുക്കും. ഞാൻ അങ്ങനെ ടിപ്പ് കൊടുക്കുന്ന ആളല്ല കേട്ടോ. പക്ഷേ $5 ടിപ്പ് കൊടുക്കാമെന്ന് വെച്ചു. കാരണം എനിക്ക് സന്തോഷമായി. കാരണം വൃത്തിക്ക് വെട്ടി, നല്ല ഭംഗിയുണ്ട്. സാധാരണ നമ്മൾ തന്നെ വെട്ടുന്നതിനേക്കാട്ടിലും ഭംഗിയുണ്ട് വെട്ടിയത്. സോ അതുകൊണ്ട് ഹാപ്പി ആയിരുന്നു. എന്തായാലും ഇതാണ് ഹെയർ കട്ട്. ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം അൽഗോനി വരുന്നവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ട്, വൃത്തിക്ക് മുടി വെട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യും കേട്ടോ. അത്യാവശ്യം മുസ്തഫയെ തന്നെ കൊണ്ട് വെട്ടിക്കട്ടെ. എനിക്ക് പുള്ളിക്കാരനെ വെട്ടി, ബാക്കിയുള്ളവരുടെ വെട്ട് എനിക്ക് അറിയത്തില്ല. പുള്ളി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വെട്ടി തന്നു. പിന്നെ ഇവിടെ ഒരു ഓഫർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ 7 വട്ടം ഇവിടെ വന്ന് മുടി വെട്ടിക്കഴിഞ്ഞാൽ 8ാമത്തെ വട്ടം നമുക്ക് ഫ്രീ ആയിട്ട് വെട്ടിത്തരുമെന്ന് പറയും. അപ്പം ഇപ്പം ഞാൻ 1 വട്ടം മുടി വെട്ടി കഴിഞ്ഞിട്ട് അവർക്ക് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇനി ഞാൻ 5 വട്ടം വന്നാൽ മതി. അപ്പോൾ 5 വട്ടം ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പം എനിക്ക് ഫ്രീ ആയിട്ട് ഹെയർ കട്ട് കിട്ടും. എനിക്ക് എന്തായാലും മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു, മുടി വെട്ടി ഇഷ്ടപ്പെട്ടു. ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് വൃത്തിക്കൊന്ന് മുടി വെട്ടുന്നത്. ഇതുവരെ തന്നെ മുടി വെട്ട് വരുന്നത് കേട്ടോ. അപ്പം $35 എന്ന് പറയുമ്പോൾ നാട്ടിലെ കാശ് നോക്കുവാണെങ്കിൽ എത്ര? 6, 12, 18, 24, 30. അയ്യോ, 35 എന്ന് പറയുമ്പോൾ 6, 12, 18, 18 $2000 കേട്ടോ. നാട്ടിലാണ് ഇപ്പോൾ നമ്മളൊരു സലൂണിലൊക്കെ പോയി അത്യാവശ്യം സ്റ്റാൻഡേർഡ് എടുത്ത് പോവുകയാണെങ്കിൽ ഏതാണ്ട് അത്രയൊക്കെ ആവുമല്ലോ. $2000 ഒരു മുടി വെട്ടുന്നതിന്. കുഴപ്പമില്ല, ഹാപ്പി കേട്ടോ. അപ്പം നിങ്ങളെപ്പോഴേക്ക് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ, കോളേജിൽ വരുവാണെങ്കിൽ അടുത്ത ഇവിടെ നല്ല ബാർബർ ഷോപ്പ് എന്ന് വെച്ചാൽ ഇതൊന്ന്, പിന്നെ നമ്മുടെ കോളേജിന് അടുത്ത്, കോളേജ് സ്കോറിന് അടുത്ത് പറഞ്ഞുകൊണ്ടെന്ന് കേട്ടോ. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും ചുമ്മാ ഒരു വീഡിയോ ഞാൻ എടുത്തേ കേട്ടോ മുടി വെട്ടിയതിനെ കുറിച്ച്. എങ്ങനെയുണ്ട്? ജന്മനാ മൊഞ്ചനായതുകൊണ്ട് ഇച്ചിരി മൊഞ്ച് കൂടി നല്ല പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ അല്ലേ? ശരിയാണ്. അപ്പോൾ അടുത്തൊരു എല്ലാവരും കാണാം. പിന്നെ അടുത്ത വരുന്ന വീഡിയോ മിക്കവാറും ഗ്രാജുവേഷൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ. ഒരു വെറൈറ്റി സാധനം വരുന്നുണ്ട്, നോക്കാം. സീ ഗൈസ്, ബൈ.